വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട്. ഒന്നാമത്തെ കാര്യം കണ്ടൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്, നിങ്ങളെൻ്റെ ഷോർട്സൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഞാനൊരു 5-6 ദിവസമായിട്ട് ഒരു ഡയറ്റും കുറച്ച് എക്സസൈസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു 30 days ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ചുരുക്കം പറഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്. അത് തന്നെ. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കണുണ്ട്. ഞാൻ രാവിലെ ആയിരുന്നു ആ സംഭവം എടുത്തുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ എനിക്കറിയാം ആ സംഭവം ഹെൽത്തി അല്ല, എന്നാലും 1 week ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതത്ര ഹെൽത്തി അല്ല, മസിലാണ് പോണത്, ഫാറ്റ് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു മെസ്സേജൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ കുറേ പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇനി പറഞ്ഞ ദിവസങ്ങൾ വൈകിട്ടോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ഇതൊന്നും ആരും ഫോളോ ഒന്നും ചെയ്യില്ല കേട്ടാ. ഇതൊക്കെ ഞാൻ ഓരോന്ന് കാണിക്കണം മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് രാവിലെ ഫുഡ് കഴിക്കണം. ഒരു 8:45 ആ ടൈം കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഒരു മാജിക് ഡ്രിങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ രാവിലെ എണീക്കുമ്പം വെറുവയറ്റി കുടിക്കണത് നല്ലതാണ്, മെറ്റബോളിസത്തിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കുറേ പേരുടെ വ്ളോഗ്സിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഡയറ്റും ഇങ്ങനത്തെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ കുറച്ച് നാളായി പ്രോഡക്റ്റൊക്കെ ഓരോരുത്തർക്ക് ലിസ്റ്റ് എഴുതി കൊടുത്തേക്കുന്നു. അപ്പോൾ ഇന്നാണ് സംഭവം, ഇന്നലെ വൈകിട്ടാണ് സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇന്ന് തൊട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യാൻ പോണത്. ഏതാണെന്നാണ് എൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, കാണിച്ചു തരാം. അതിന് വേണ്ട കാര്യങ്ങൾ അത് ഉണ്ടാക്കാനകത്ത് കാണിച്ചു തരാതെ. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ വന്നിട്ട്. സോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ പോവാം. സോ ഗൈസ്, അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഒരു ഇതുപോലെ ഹാഫായിട്ടുള്ള ലെമൺ വേണം, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഇതേപോലെ ഒരു തേൻ, ജീരകം, പിന്നെ വേണമെങ്കിൽ ടെർമറിക്ക് യൂസ് ചെയ്യാം കേട്ടോ, മഞ്ഞൾപ്പൊടി. അപ്പം എനിക്ക് അതിൻ്റെ ഫ്ലേവർ തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ ചെറുതായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നുള്ള് ആഡ് ചെയ്യാം വേണമെങ്കിൽ ഈ ഉണ്ടാക്കാൻ പോണ സാധനത്തിലോട്ട്. അപ്പോൾ ഇനി ഞാൻ കെറ്റിലൊക്കെ എടുത്ത് സെറ്റായിട്ട്. സോ ആദ്യം നമ്മളിതാ 1 കപ്പ് വെള്ളം എടുക്കണം. എന്നിട്ട് ഇതാ കെറ്റിലോട്ടായി ആക്കി. അപ്പം അടുത്ത് നമുക്കിതാ ഈ പകൽ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പം അടുത്ത് നമുക്കിതാ കുഞ്ഞായിട്ട് ഇത് ചതയ്ക്കാൻ എനിക്കിവിടെ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയാണ്, അതും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കെറ്റിൽ ഓൺ ആക്കാം. ജീരകം കൂടെ ആഡ് ചെയ്യണം. 1 മിനിറ്റ്. കുറച്ച് ജീരകം. യെസ്. ഇനി നമുക്ക് കെറ്റിൽ ഓണാക്കി നല്ല പോലെ തിളപ്പിക്കാം. ഗൈസ്, ഇതാ ഒന്നും കാണാൻ പറ്റുന്നില്ല, സാധനം എൻ്റെ അകത്തുണ്ട്, പോകാരണമാണ്. ഇനി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെയാണ്. അവസാനമായിട്ട് ഇതാ 1 സ്പൂൺ ഇതെടുത്തിട്ടുണ്ട്. എൻ്റെ പേര് തേൻ. ഇതിലോട്ട് ആഡ് ചെയ്ത് യെസ്, നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടെ കുടിക്കാം. ആദ്യമായിട്ട് കുടിക്കണവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഒരു പുളി, ചെറിയൊരു മധുരം, കയ്പില്ല. സോ ഗൈസ്, ഞാൻ ആ ഡ്രിങ്ക് പകുതി കുടിച്ച് ഈ ബാക്കിയും കൂടെ കുടിക്കണം. സോ ഇനി അടുത്ത് ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയ സമയം തൊട്ട് ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ യോഗ എന്നൊക്കെ പറയാൻ പറ്റുന്നു. ഫേസിൽ കുറച്ച് എക്സസൈസ് ചെയ്യണുണ്ട്. കാരണം എനിക്കിതാ
അയ്യോ കണ്ട ഡബിൾ ചിന്നുണ്ട്. സോ അതിനായിട്ട് ആദ്യം മുഖമൊക്കെ കഴുകി. ഇതൊന്നും മസ്റ്റല്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് മുഖം കഴുകണത്. എന്നിട്ട് ഞാൻ എന്താ പ്ലമ്മിൻ്റെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കണം. കുറച്ച് കയ്യിലിങ്ങനെ എടുക്കുക. ഇനി അടുത്തതായിട്ട് കുറച്ച് ഫേസ് കൊണ്ടിട്ടുള്ള കുറച്ച് കോപ്രായങ്ങൾ, മീൻസ് കുറച്ച് എക്സസൈസാണ്. അപ്പോൾ അതെനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് വരാം. എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് വരാം. സോ എക്സസൈസൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ പോയി പെട്ടെന്നൊന്ന് റെഡി ആവട്ട്. കാരണം കോളേജിൽ പോകാൻ ടൈം ആവുന്നുണ്ട്. ഫുഡും കഴിച്ചിട്ടില്ല. അപ്പം യൂണിഫോം ഇട്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഒന്ന് ചടപട ഒന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് 2 ദോശയും പിന്നെ സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ കോളേജിലോട്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഒരു സെമിനാർ പോലത്തെ ഒരു സംഭവം ഇവിടെ കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ബിസി ആവാനാണ് ചാൻസ്. ഞാനതിലില്ല. എനിക്കെന്തോ ആ ഒരു ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല. നന്ദൊക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇനി ലൈബ്രറിയിലോട്ടായിരിക്കും, നോക്കട്ടെ. അങ്ങനെ നമ്മളെത്തിയപ്പോൾ അവിടെ കുറേ പ്രിപ്പറേഷൻസ് നടക്കുകയാണ് പ്രോഗ്രാമിന്. പിന്നെ ലൈബ്രറിയിൽ പോയി കുറച്ചിങ്ങനെ എന്തൊക്കെയോ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ കഴിക്കാനുള്ള സമയമായി. ഇവിടെ ഹോസ്റ്റലായതുകൊണ്ട് ഡിന്നറൊക്കെ ഒരു 7 മണിയൊക്കെ ആവും. അപ്പം ഫുഡ് എന്തായാലും കിട്ടില്ല. സോ ഞാനിത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ക്യാരറ്റും പഴവും. എണ്ണ തേക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് എണ്ണ തേക്കാം. ഇതൊരു കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല അവിടെ നിന്നുള്ള എണ്ണയാണ്. അപ്പോൾ നമ്മൾ കുറേ എണ്ണ തേക്കണം കേട്ടോ. 2 ദിവസം കൂടുമ്പോഴാണ് എണ്ണ തേക്കുന്നത്. സോ ഗൈസ്, ഇനി കുറച്ച് എക്സസൈസ് ചെയ്യാൻ പോണെന്ന്. ഓൾറെഡി എല്ലാം ലേറ്റാണ്. കുറേ നേരം ചുമ്മാ എണ്ണയും തേച്ചിട്ട് അവിടെ കയറിയിരുന്നു. ഇനി എക്സസൈസ് ചെയ്തിട്ട് പോയി കുളിക്കട്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യണതൊന്നും ഞാൻ അങ്ങനെ കാണിക്കണില്ല. വേണമെങ്കിൽ ഒരു കുഞ്ഞ് ക്ലിപ്പായിട്ട് കാണിക്കാം. എനിക്ക് ക്യാമറ എന്നെ ഫേസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാൻ വയ്യ. അപ്പോൾ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടേക്കാം. ഓക്കെ. അടുത്ത വീഡിയോ ഞാൻ എന്താ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് ഒരു എക്സാം പറഞ്ഞുണ്ട് എനിക്ക്. അപ്പം അതിനായിട്ട് കുറച്ച് പഠിച്ചൊക്കെ തുടങ്ങണം. അപ്പം അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.